Hello viewers, welcome to Everything Happiness channel. I am Captain Grandmaster ഷാജി മാത്യു. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ കോൺഫിഡൻഷ്യൽ ഗ്രൂപ്പിൻ്റെ കേരളത്തിലെ പ്രമുഖ കൺസ്ട്രക്ഷൻ കമ്പനി നിർമ്മാതാവായ ഡോക്ടർ CJ റോയ് കോൺഫിഡൻഷ്യൽ ഗ്രൂപ്പ് ചെയർമാൻ്റെ ദാരുണമായ അന്ത്യത്തെപ്പറ്റിയുള്ള വാർത്തകൾ പത്രമാധ്യമങ്ങളിലും മീഡിയകളിലും സോഷ്യൽ മീഡിയകളിലും വളരെയധികം ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ദാരുണമായ അന്ത്യം, ആ മരണം കേരളത്തിലെ ബിസിനസ് സമൂഹത്തെയും ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ ബിസിനസ് സമൂഹത്തെ ആകെ ഞെട്ടിച്ചിരിക്കുന്നു. ഒരു നിയമപരമായ ഒരു ഇൻകം ടാക്സ് റെയ്ഡിൽ ഇത്രയും പ്രമുഖനായ ഒരു വ്യക്തി, ഇത്രയും ഒരു പ്രമുഖമായ ഒരു വ്യവസായ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. സൂയിസൈഡാണോ, കൊല്ലപ്പെട്ടതാണോ, ആ ദുരൂഹത മാറുന്നില്ല. എന്താണെങ്കിലും അത് ഒരു സമൂഹത്തിൽ ഒരു ഞെട്ടൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്രയും പരിചിതനായ ഒരു ബിസിനസ് സാമ്രാട്ട്, കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള, ജീവിതത്തിലെ വളരെ ചെറുപ്പം മുതൽ തന്നെ ബിസിനസ്സിൽ ഉയർന്നു വന്നിട്ടുള്ള ബിസിനസ് കുടുംബത്തിൽ ജനിച്ച വളർന്ന CJ റോയ് 12 വയസ്സ് മുതൽ ബിസിനസ് ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ആയിട്ടുള്ള വളരെ സമ്പന്നനായ അദ്ദേഹത്തിൻ്റെ കമ്പനി തന്നെ സീറോ ഡെപ്റ്റ് പോളിസി, യാതൊരുവിധ കടവുമില്ലാതെ റെഡി ക്യാഷ് ഇടപാടിൽ നടത്തി വളരെയധികം അദ്ദേഹം തന്നെ ബ്രാൻഡ് അംബാസിഡറായിട്ട് വളരെയധികം കോൺഫിഡൻഷ്യലായിട്ട് ഉള്ള ഒരു മറ്റുള്ള വ്യവസായ ഗ്രൂപ്പുകളെ ഞെട്ടിച്ചുകൊണ്ട് മുന്നേറിയ അദ്ദേഹത്തിൻ്റെ ദാരുണമായ ഈ അന്ത്യം ഒരുപാട് ദുരൂഹത നിറഞ്ഞതായി തീർന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ വളർച്ചയും ഒരു ദുരൂഹമായിട്ട് തന്നെയാണ്. എങ്കിൽ കൂടിയും വ്യവസായം നടത്തുന്നതെല്ലാം സത്യമേവ ജയത എന്ന മാർഗത്തിൽ കൂടെയൊന്നുമല്ല എന്ന് എല്ലാവർക്കും അറിയാം. പണസമ്പാദനം ലക്ഷ്യമാക്കിയിട്ടുള്ള ബിസിനസ് സാമ്രാജ്യങ്ങളും അതേപോലെ തന്നെ ഗ്രൂപ്പുകളും ഒക്കെ പുറമേയുള്ള അഡ്വർടൈസ്മെൻറ്റും മറ്റുള്ളതാണെങ്കിലും ഉള്ളിൽ എന്തൊക്കെ തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്നു, എന്തെല്ലാം തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്നുണ്ടെന്ന് അതിൻ്റെ ചെയർമാനും അതിൻ്റെ മെയിനായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അറിയൂ. ഈവൻ ടാറ്റ ഗ്രൂപ്പിൻ്റെ പേരിൽ പോലും, ഇന്ത്യയിലെ ഒരു പ്രമുഖ ഗ്രൂപ്പായ ടാറ്റ ഗ്രൂപ്പിൻ്റെ പേരിൽ പോലും കേസുകളും ഒക്കെ ധാരാളം നിലനിൽക്കുന്നുണ്ട്. ടാറ്റ ഗ്രൂപ്പ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനീൻ്റെ ഡോക്യുമെൻറ്റുകൾ ഫോർജ് ചെയ്തെന്നൊക്കെ പറഞ്ഞ് കേസുകൾ എല്ലാം ഉണ്ട് എന്ന് നമ്മൾ പത്രങ്ങളിൽ വായിച്ചു. അങ്ങനെ പ്രമുഖ കമ്പനികളിലെല്ലാം തന്നെ കേസുകളും കാര്യങ്ങളും റെയ്ഡുകളും ഇൻകം ടാക്സും അത് പൊളിറ്റിക്കലും അല്ലാതെയും, അതേപോലെ പൊളിറ്റിക്കൽ പാർട്ടീസ് അവരുടെ പാർട്ടി വളർത്തുന്നതിന് വേണ്ടി മിസ്യൂസ് ചെയ്യുക, അതോറിറ്റികളെ മിസ്യൂസ് ചെയ്യുന്നതൊക്കെ നമുക്ക് ധാരാളം നമ്മൾ പത്രങ്ങളിലും മറ്റുള്ള ഇതിലും വായിക്കുന്നു. എങ്കിലും ഇത്ര പ്രമുഖനായ ഇദ്ദേഹം അത് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറാണെന്നാണ് അറിവ്. അദ്ദേഹം ഒരു കൗൺസിലറാണ്, ജനറൽ ട്രേഡിങ് ഇതിൽ കൗൺസിലറായിട്ടുള്ള, അത് ഓണറിയാണെന്ന് പറയുന്നു. ട്രേഡ് കമ്മീഷണറായിട്ടുള്ള അദ്ദേഹം സ്ലോവേനിയ എന്ന രാജ്യത്തിൻ്റെ ട്രേഡ് കമ്മീഷണറായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ബിസിനസ് വളർത്താൻ ഉപയോഗിച്ചു എന്നൊക്കെ ഇങ്ങനെ എല്ലാവരും പറയുന്നു. എങ്ങനെയാണെങ്കിലും ഇത്രയും പരിചിതനായ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആൾ സ്വന്തമായിട്ട് അങ്ങനെ ഈ ഒരു നിമിഷത്തിൽ ഇത്രയധികം ധനികനായ അദ്ദേഹത്തിന് എങ്ങനെ അദ്ദേഹം സ്വന്തം ഉതിർത്ത് ജീവിതത്തിൽ നിന്ന് വിട്ടുപോകുമെന്ന് നമുക്ക് കരുതാൻ വളരെ ദുരൂഹതയാണ് അനുഭവപ്പെടുന്നത്. അതേപോലെ വിദഗ്ധർ പറയുന്നതനുസരിച്ച് ഒരിക്കലും ഒരുത്തൻ വെടിവെക്കുമ്പോൾ നെഞ്ചിന് സ്വന്തം വെടിവെക്കുക എന്ന പതിവ് സാധാരണയില്ല. എല്ലാം തലയ്ക്കാണ് വെടിവെക്കുക. കാരണം മരണം ഉറപ്പുവരുത്തുകൊണ്ട് ഇത്രയും വിദ്യാസമ്പന്നനും ഇത്രയും പ്രമുഖനായ വ്യക്തി ഒരു സൂയിസൈഡ് നോട്ട് എഴുതാതെ മുറിയിൽ കയറി അടച്ച് യാതൊന്നും പറയാതെ ഈ ലോകത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിലപ്പെട്ട ജീവൻ എടുത്തു എന്നുള്ളത് അവിശ്വസനീയമായ ഒരു കാര്യമാണ്. എന്താണെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളും ഒക്കെ സത്യസന്ധമായി പാർഷ്യാലിറ്റി ഇല്ലാതെ അന്വേഷിച്ച് സത്യം വെളിയിൽ വരുമെന്ന് നമുക്ക് കരുതാം. അദ്ദേഹം വളരെ പ്രമുഖരായ വ്യക്തികളോടും നിർമ്മാതാവും അഭിനേതാവും അതോടൊപ്പം ഒരു മോട്ടിവേഷണൽ സ്പീക്കറും ഒക്കെ ആയിട്ടുള്ള ദുബായിലെ ഉന്നത സൗകര്യങ്ങളിൽ താഴ്ന്ന നിലയിൽ നിന്ന് വളർന്നു വരുന്ന ഉന്നത സൗകര്യങ്ങളിൽ ജീവിച്ച അദ്ദേഹം അങ്ങനെ ചെയ്യുമെന്ന് നമുക്ക്
വിശ്വസിക്കാൻ കഴിയില്ല. അതിദാരുണമായൊരു സംഭവമാണ്. ഓൾറെഡി ബേസിക്കായിട്ടുള്ള പോസ്റ്റ്മോർട്ടമൊക്കെ വന്നു. ഇടത് നെഞ്ചിൽ വെടിയുണ്ട തുളച്ചു കയറി വെടിയുണ്ട ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് ആണ് പറയുന്നത്. ഇനി അതിൻ്റെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വന്നാലാണ് യഥാർത്ഥ വസ്തുത വെളിയിൽ വരികയുള്ളൂ. എന്താണെങ്കിലും ഗവൺമെൻറ് IT ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊരു റിപ്പോർട്ടും ഇതുവരെ വെളിയിൽ വന്നിട്ടില്ല. ഗവൺമെൻറ് തലത്തിൽ കർണാടക ഗവൺമെൻറ് CID വിഭാഗത്തിന് പ്രത്യേക അന്വേഷണ SIT രൂപീകരിച്ച് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ച് അന്വേഷിക്കുമെന്ന് ഉള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്താണെങ്കിലും കോൺഫിഡൻറ്റ് ഗ്രൂപ്പും അവരുടേതായ രീതിയിൽ ഡിറ്റക്റ്റീവിനെ വെച്ചോ ന്യായമായ സത്യാവസ്ഥ വെളിയിൽ വരേണ്ടതാണ്. എന്ത് കാരണത്താലാണ് ഇത്രയൊരു വിലപ്പെട്ട ഇത്ര ഉന്നതങ്ങളിൽ മറ്റുള്ളവർക്ക് മാർഗദർശിയായി ജീവിച്ച സന്തോഷവാനായ ഒരുപാട് അദ്ദേഹം കാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ ചാരിറ്റി പ്രവർത്തനങ്ങളും ഒക്കെ നടത്തിയിരുന്ന വ്യക്തിയാണ്. കോൺഫിഡൻഷ്യൽ ഗ്രൂപ്പിൻ്റെ സാരഥിയായ അദ്ദേഹം വളർത്തിയെടുത്ത ആ കമ്പനി മറ്റുള്ളവരെല്ലാം വളരെ അസൂയാപൂർവമായിട്ടും നോക്കി ഇരുന്നതാണ്. എന്നാണെങ്കിലും അധോലോക ബന്ധമാണോ, ഡ്രഗ് മഫിയ ആണോ, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ആണോ, അതെയോ ഗുണ്ടാ സംഘമാണോ, കൊലയാളി സംഘമാണോ, എന്താണെങ്കിലും വസ്തുത ഗവൺമെൻറ്റുകൾ താല്പര്യമെടുത്ത് ഗവൺമെൻറ് ഇതിൻ്റെ സത്യാവസ്ഥ വെളിയിൽ കൊണ്ടുവരേണ്ടതാണ്. ഗവൺമെൻറ് അങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ ചെയ്യേണ്ടത് ഒരു കർത്തവ്യവുമാണ്. ഇതിൽ വേറെ ഒരു കാര്യം ഉള്ളത്, ഏതെങ്കിലും രീതിയിൽ കള്ളത്തരത്തിലും കപടതയിലും മോഷണത്തിലും തട്ടിപ്പിലും വഞ്ചനയിലും കൂടി ധാരാളം പണം സമ്പാദിച്ച് അതിൽ നിനക്ക് സന്തോഷവും സമാധാനവും കിട്ടും എന്നുള്ളതൊക്കെ വെറുമൊരു വ്യാമോഹം മാത്രമാണ്. പണം കൂടുന്തോറും നിനക്ക് വ്യതയും കൂടി നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടും. അത് ഒരു ധർമ്മപരമായ രീതിയിൽ ധർമ്മപരമായ ബിസിനസ്, ധർമ്മപരമായ ജീവിതവും ആണ് ശാശ്വത സമാധാനവും സന്തോഷവും ഉണ്ടാക്കുന്നത്. പണമല്ല എല്ലാം. വാല്യൂ ബേസ്ഡ് ലൈഫ് ആൻഡ് വാല്യൂ ബേസ്ഡ് ബിസിനസ് ആണ് വലുത്. ധാരാളം പണമുണ്ടാക്കിക്കൊണ്ട് സന്തോഷവും സമാധാനവും ഉണ്ടാകുകയില്ല. ധർമ്മപരമായ രീതിയിൽ ആയിരിക്കണം അത് എന്നുള്ളത് മറക്കുന്നു. ജീവനാണ് വലുത്. ജീവൻ എല്ലാവർക്കും ഒരുപോലെയാണ്. ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് ധനം, എന്ത് പണം, ഏതെങ്കിലും രീതിയിൽ ആണെങ്കിൽ അത് അതോറിറ്റികൾ അന്വേഷിക്കട്ടെ, സത്യം കണ്ടെത്തട്ടെ. എന്തായാലും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ. കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ചെയർമാനും അതിൻ്റെ ബ്രാൻഡ് അംബാസഡറുമാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അദ്ദേഹം സിനിമാ രംഗത്തും സിനിമാ നിർമ്മാതാവും മോട്ടിവേഷണൽ സ്പീക്കറുമൊക്കെ ആയിരുന്നു. എന്താണെങ്കിലും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ. നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ. ഐ ആം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു. മൈ ഡിയർ ഫ്രണ്ട്സ്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ഔട്ട്.